നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. സത്യത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം തുടങ്ങിയിട്ടില്ല. നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അതുണ്ടായില്ല. ഇന്നും പറയുന്നു 24 മണിക്കൂറിനകത്ത് ആക്രമിക്കും. അമേരിക്കയുടെ കുറേ യുദ്ധവാഹിനി കപ്പലുകളൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നൊക്കെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തതുപോലെ ഇറാൻ ഒരു പേരിന് വേണ്ടി, തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ട് നമ്മൾ യുദ്ധം നിർത്തി ഇനി തുടരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം എല്ലാ യുദ്ധങ്ങളും ഭയാനകങ്ങളാണ്, എല്ലാ യുദ്ധങ്ങളും മരണങ്ങളാണ്. നമ്മൾ ഒരുപാട് യുദ്ധങ്ങളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ, പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ്. സ്വന്തം മക്കളെയും പിടിച്ചുകൊണ്ട് ബങ്കറുകളിലേക്ക് പോർവിമാനങ്ങൾ ബോംബിടാൻ വരുമ്പോൾ പാഞ്ഞു പോകുന്ന, അടക്കി പിടിച്ചോടുന്ന മാതാപിതാക്കളുടെ ദൈന്യതയോളം വലിയ ദൈന്യത ലോകത്ത് ഒരിടത്തുമില്ല. സ്വന്തം കൺമുന്നിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ട് ചിതറിച്ച് കളയുന്ന തങ്ങളുടെ കൊച്ചുമക്കളുടെ ശവശരീരവും കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മമാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ദൈന്യതയ്ക്കപ്പുറം ലോകത്തൊരു സങ്കടവുമില്ല. ഏത് യുദ്ധങ്ങളും ഭയാനകമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ യൂട്യൂബ് ചാനലുകളെക്കുറിച്ചാണ്. നിങ്ങൾ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ എടുത്തു നോക്കിയാൽ അവർ രണ്ട് പക്ഷത്ത് നിന്നുണ്ട്. കുറേ യൂട്യൂബ് ചാനലുകൾ പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടും കുറേ ചാനലുകൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടും യുദ്ധം ആഘോഷിക്കുകയാണ്. അവർ ചില യൂട്യൂബ് ചാനലുകളെ തുടങ്ങാത്ത യുദ്ധത്തിനെ പറ്റി തുടങ്ങി എന്ന പേരിൽ കൊടുക്കുന്നു. ഇസ്രായേൽ ബോംബിട്ട് ഇറാൻ്റെ എത്രയോ നഗരങ്ങൾ തകർത്തു, ഇറാൻ ചാരമായി, കൊമേനി പൊട്ടിക്കരയുന്നു, കൊമേനി കരയുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് ആൾക്കാർ ഇറാൻ ആക്രമിച്ചു അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു, ഇസ്രായേലിൽ കൊടുംനാശം, അയൺ ഡോമുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിലെ സമൂഹം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെയും ഫലസ്തീനിൻ്റെയും കാര്യത്തിൽ, ഇറാൻ്റെയും കാര്യത്തിൽ. ലോകത്തെവിടെയോ നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിൻ്റെ പേരിൽ തൊട്ടടുത്ത് താമസിക്കുന്ന മുഹമ്മദും മത്തായിയും ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നിമിഷം ഏറ്റവും ഭയാനകമാണ് എന്ന് തന്നെ പറയാം. കാരണം യുദ്ധങ്ങളെല്ലാം ഭയാനകമാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ശത്രുവിമാനങ്ങൾ പാഞ്ഞെടുക്കുമ്പോൾ ബങ്കറുകളിലേക്ക് ഓടിപ്പോകുന്നവരുടെ കഥ, ആ ദൈന്യത നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ ഇത് മനസ്സിലാക്കൂ. നമ്മൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളോട് പോയിട്ടുള്ള ആൾക്കാർക്കറിയാം അവരുടെ ദൈന്യതയുടെ മുഖം. ചില നാടുകളിലേക്ക് ആളുകൾ വിദേശ രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ യുദ്ധം നടക്കുമ്പോൾ തങ്ങളുടെ നാട്ടിലെ മക്കൾക്ക്, തങ്ങളുടെ ഭാര്യയ്ക്ക്, തങ്ങളുടെ അമ്മമാർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നറിയാതെ ഉള്ള വ്യാകുലതകൾ, അതൊക്കെ അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റൂ. നമ്മൾ ഏതെങ്കിലും ഒരു സേഫ് കോണിലിരുന്ന്, ഇന്ത്യയിലെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ജില്ലയിലെ സേഫ് കോണിലിരുന്ന് മറ്റ് രണ്ട് രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്ന ഒരു കഴുകൻ്റെ ധ്വരയുണ്ടല്ലോ, അതൊരിക്കലും ശരിയായ മനുഷ്യത്വത്തിൻ്റെ ധ്വരയല്ല എന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ മിക്ക യൂട്യൂബ് ചാനലുകളിൽ ഞാൻ കാണാറുണ്ട്, ഒന്നുകിൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട്. അത് നിങ്ങൾ വിൽക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അത് യൂട്യൂബ് ചാനലുകൾ അങ്ങനെയുള്ള വീഡിയോകൾ ഇട്ടാൽ കാണും എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് വിഭാഗത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് വീഡിയോ ഇടുന്നതാണ്. എങ്കിലും തുടങ്ങാത്ത ഒരു യുദ്ധത്തെപ്പറ്റി തുടങ്ങി എന്ന പേരിൽ, ഇസ്രായേൽ അവിടെ ആക്രമിച്ചു, ഇറാൻ ഇവിടെ ആക്രമിച്ചു എന്ന പേരിൽ വാർത്തകൾ എടുക്കുന്നൊട്ടും ശരിയല്ല. ലോകം യുദ്ധരഹിതമായിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഒരുപാട് യുദ്ധങ്ങളുടെ ദുരിതങ്ങൾ കണ്ടതാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ഇന്നും വേദന നിന്ന് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. വിയറ്റ്നാമിലും അതിൻ്റെ ബാക്കി പത്രങ്ങളുണ്ട്, ഇറാഖിലുമുണ്ട് യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങൾ. അപ്പോൾ യുദ്ധരഹിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇറാനും ഇസ്രായേലും ഫലസ്തീനുമൊക്കെ സമാധാനത്തിൻ്റെ പാതയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.